മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സമ്മേളനം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാമി സച്ചിദാനന്ദ സംസാരിക്കുകയാണ്. അതിലേക്ക് Sri Narayana Gurudev and Mahatma Gandhi by lighting the lamp. May I now request all our esteemed dignitaries on the stage to kindly come forward for the lighting of the ceremonial lamp. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പരാമർശം നടത്തിയതിൽ നന്ദി അറിയിക്കുകയുണ്ടായി സ്വാമി സച്ചിദാനന്ദ. ഏതെങ്കിലും മന്ത്രിയുടെയോ രാഷ്ട്രീയക്കാരുടെയോ ശുപാർശ ഇല്ലാതെയാണ് നരേന്ദ്രമോദി ശിവഗിരി മഠത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇതുപോലെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. മോദിയിൽ കാണുന്ന മഹാത്മാഗാന്ധിയുടെ പ്രതീകമായിട്ടാണ് എന്നും സ്വാമി സച്ചിദാനന്ദ സംസാരിക്കും. I request all of you to rise up. ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ബാലു, ചരിത്രത്തിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ ചിന്തകളുടെയും ഒക്കെ ഒരു വലിയ തലത്തെ സ്വാധീനിച്ച രണ്ട് ചരിത്ര വ്യക്തിത്വങ്ങൾ സമാഗമിച്ചതിൻ്റെ ഓർമ്മകൾ നമ്മളങ്ങനെ തന്നെ വീണ്ടെടുക്കുകയാണ്. ആ ഓർമ്മകളുടെ മുന്നിൽ നിന്നുകൊണ്ട് സ്വാമി സച്ചിദാനന്ദ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്താണ്? വളരെ അല്പസമയത്തിനുള്ളിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആരംഭിക്കുന്നതായിരിക്കും. ഈ ചടങ്ങിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ഓഡിയോയിൽ ക്ലാരിറ്റി കുറവുണ്ട്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ ഈ ചടങ്ങിൽ സംസാരിക്കും. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയും മഠത്തിലെ മറ്റ് സന്യാസിവര്യന്മാരും. Thank you all. May I request Swami Sharadananda to honor the Prime Minister with a shawl. പ്രധാനമന്ത്രിയെ ആദരിക്കുകയാണ്. ഷാൾ അണിയിച്ച് പ്രധാനമന്ത്രിക്കുള്ള ആദരം രേഖപ്പെടുത്തുകയാണ്. ചടങ്ങിൽ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ശിവഗിരി മഠം ഡൽഹിയിലെ തലസ്ഥാനത്തെ വിജ്ഞാൻ ഭവനിൽ വളരെ വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി തന്നെ അതിൽ മുഖ്യാതിഥിയായി എത്തുകയും ചെയ്തു. അനൂപ് ദാസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അനൂപ്, ചടങ്ങ് എങ്ങനെ പുരോഗമിക്കുന്നു? പ്രധാനമന്ത്രി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് മഠത്തിന്റെ ഭാഗത്തു നിന്ന് വന്നത്. പ്രധാനമന്ത്രിക്ക് ശിവഗിരി മഠത്തോട് പ്രത്യേക അടുപ്പമുണ്ട് എന്ന് സ്വാമി സച്ചിദാനന്ദ സ്വാമി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പരാമർശം നടത്തിയതിൽ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് മഠം പറയുന്നു. ഒപ്പം തന്നെ ഏതെങ്കിലും മന്ത്രിയുടെയോ രാഷ്ട്രീയക്കാരുടെയോ ശുപാർശയോ ഇല്ലാതെയാണ് മോദി ശിവഗിരി മഠത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞ മഠം ഒപ്പം തന്നെ ഇതുപോലത്തെ പ്രധാനമന്ത്രി വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും കുറച്ചുകൂടി കടത്തി മോദിയിൽ കാണുന്നത് മഹാത്മാഗാന്ധിയുടെ പ്രത്യേകമായിട്ടാണ് എന്നുകൂടി പറയുന്ന കാഴ്ച ഉണ്ടായി. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി.